2026 വിഷു വർഷഫലം. പുണർദം നക്ഷത്രം 2026 വിഷു ഫലമനുസരിച്ച് പുണർദം നക്ഷത്രക്കാർക്ക് ഈ വർഷത്തില് ധാരാളം അരിഷ്ടതകൾ, ദുരിതങ്ങളായിട്ടും മറ്റു പലതരത്തിലുള്ള അരിഷ്ടതകളായിട്ടും ഒക്കെ കൂടിയിരിക്കുന്ന ഒരു വർഷമാണ്. ബന്ധുക്കളിൽ നിന്നൊക്കെ സാമ്പത്തിക സഹായമൊക്കെ പ്രതീക്ഷിക്കാം. കുടുംബത്തിലെ പങ്കാളികളുമായിട്ട് അകന്നു നിൽക്കേണ്ടതായിട്ട് വന്നു ചേരുന്നുണ്ട്. ഭാര്യ ഒരിടത്ത്, ഭർത്താവ് ഒരിടത്തൊക്കെ ആയിട്ട് കഴിയേണ്ടതായിട്ടുള്ള സാഹചര്യങ്ങളൊക്കെ വന്നു ചേരുന്നുണ്ട്. കർമ്മരംഗത്ത് ഗുണാനുഭവങ്ങളൊക്കെ ഉണ്ടാകാം. ജോലി ചെയ്യുന്നതിലോ തൊഴിൽശാലകളിലോ അല്ലെങ്കിൽ നിങ്ങളുടെ കർമ്മരംഗത്തോ ഒക്കെ ധാരാളം ഗുണാനുഭവങ്ങൾ ഉണ്ടാകാം. വാഹന അപകടമൊക്കെ ചെറിയ തോതിൽ സംഭവിക്കുന്നത് കൊണ്ട് വാഹനം ഉപയോഗിക്കുമ്പോൾ വളരെ ശ്രദ്ധ പതിപ്പിക്കുക. അതുപോലെ തന്നെ വാഹനമായിട്ട് ഉപയോഗിക്കുന്ന സമയത്ത് നിങ്ങൾ ഏതെങ്കിലും ദേവമന്ത്രം, ഏതെങ്കിലും പ്രത്യേക ഒരു മന്ത്രം, ഒന്നുമില്ലെങ്കിൽ പഞ്ചാക്ഷരി മന്ത്രമെങ്കിലും ജപിച്ചുകൊണ്ട് വാഹനം ഓടിക്കുന്നതൊക്കെ നന്നായിരിക്കും. പ്രത്യേകിച്ച് വ്യാപാരത്തിൽ ധനനഷ്ടം വരാതിരിക്കാനായിട്ട് ഈശ്വരാരാധനകളും ഒക്കെ സ്വായത്തമാക്കുന്നത് വളരെ നന്നായിരിക്കും. വിദ്യാർത്ഥികൾക്ക് പരീക്ഷാദികളിലൊക്കെ വിജയം പ്രതീക്ഷിക്കാം. ദൂരദേശ യാത്രകൾ പലതും അസ്ഥാനത്തായി ഭവിക്കുന്നത് കൊണ്ട് ധനനാശവും യാത്രാക്ലേശവും ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നടക്കുമെന്നുള്ള കാര്യത്തിന് മാത്രം യാത്ര പോകുന്നത് നന്നായിരിക്കും. ചാടിക്കയറി നമ്മൾ യാത്ര പോയിട്ട് അവിടെ ചെന്ന് കുറച്ച് പണം മുടക്കി തിരിച്ചു വരുമ്പോൾ പണവും നഷ്ടമാവും, നമ്മുടെ സമയവും നഷ്ടമാവും, യാത്രാക്ലേശവും നല്ലതുപോലെ ഉണ്ടാകാം. അതുകൊണ്ട് കൂടുതൽ കാര്യങ്ങളിൽ ഒന്ന് വിജിലൻ്റ് ആവുന്നത് ഈ ഒരു വിഷു വർഷം വളരെ നന്നായിരിക്കും. സന്താനങ്ങൾക്ക് രോഗാദി ദുരിതങ്ങളും അരിഷ്ടതകളും ഒക്കെ വന്നു ഭവിക്കുന്നുണ്ട്. വാഹനം, വസ്തു, വീട് ഇവയൊക്കെ വാങ്ങാനായിട്ട് യോഗം കാണുന്നുണ്ട്. ഇതുവരെ നിങ്ങൾക്ക് ശത്രുക്കളിൽ നിന്നുണ്ടായിരുന്ന ദോഷങ്ങളും ശത്രുപീഡകളും ഒക്കെ സമാധാനപരമായിട്ട് നിങ്ങൾക്ക് നേരിട്ട് അത് ഇടപഴകി അത് തീർക്കാനൊക്കെ ആയിട്ട് കഴിയുന്നതാണ്. വിദേശയാത്രയിലുള്ള തടസ്സങ്ങളൊക്കെ നീങ്ങി പുതിയ ജോലിയിലൊക്കെ പ്രവേശിക്കാനായിട്ട് യുവജനങ്ങൾക്ക് സാധ്യമാകുന്നതാണ് വിദേശയാത്ര. വിദേശത്ത് ജോലിയൊക്കെ ആഗ്രഹിച്ചിട്ട് കിട്ടാത്തവർക്ക്, വിദേശത്ത് തന്നെ വസിക്കുന്നവർക്ക് പുതിയ ജോലിയിലൊക്കെ പ്രവേശിക്കാം. തൻ്റെതായിട്ടുള്ള അശ്രദ്ധ മൂലം പല നഷ്ടങ്ങളും വന്നു ചേരുന്ന വർഷമാണ്. അതുകൊണ്ട് താൻ ചെയ്യുന്ന പ്രവൃത്തികൾ താൻ തന്നെ ചെയ്യുക, മറ്റുള്ളവരെ ഏൽപ്പിക്കാതിരിക്കാനൊക്കെ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മുടെ അലസത കൊണ്ടോ മടി കൊണ്ടോ അശ്രദ്ധ കൊണ്ടോ നഷ്ടങ്ങൾ വരാതിരിക്കാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കാം. അസുഖങ്ങൾ, വാതപിത്ത സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ, ഇപ്പോൾ ഈ കഫക്കെട്ട് മൂലമുള്ള അസുഖങ്ങൾ, ശ്വാസം മുട്ടൽ, അങ്ങനെയുള്ള അസുഖങ്ങളൊക്കെ തലപൊക്കുന്നതാണ്. തൊഴിൽ രംഗത്ത് ചില തടസ്സങ്ങളും അസ്വസ്ഥതകളൊക്കെ വർഷമധ്യത്തോടുകൂടി അനുഭവയോഗ്യമാകുന്നുണ്ട്. കുടുംബത്തിലെ കലഹ സാധ്യതകൾ നിലനിൽക്കുന്നതിനാൽ പങ്കാളിയുമായിട്ടൊക്കെ രമ്യതയിൽ വർത്തിക്കാനായിട്ട് ശ്രമിക്കുന്നത് വളരെ നന്നായിരിക്കും. കുടുംബത്തിൽ സമാധാനവും സന്തോഷവും ഐക്യമൊക്കെ കൈവരിക്കാനായിട്ട് പ്രാർത്ഥനകളൊക്കെ സ്വായത്തമാക്കുന്നത് വളരെ നല്ലതായിരിക്കും. നേത്ര അതിരോഗങ്ങൾ, ഉദര രോഗാദി പീഡകൾ, കണ്ണുമായിട്ട് ബന്ധപ്പെട്ട ചികിത്സകൾ, ഇപ്പോൾ ഏതെങ്കിലും തരത്തിൽ കണ്ണിന് അസുഖങ്ങളുള്ളവർ, ഓപ്പറേഷൻ ചെയ്യേണ്ടവർ അതൊക്കെ ചെയ്യുക. ഉദര രോഗ പീഡകളും ഒക്കെ നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു കാലമാണ്. ദോഷപരിഹാരമായിട്ട് നിങ്ങൾ ശിവങ്കലധാര, വ്യാഴാഴ്ച ദിവസം കൃഷ്ണന് തുളസിമാല, ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി ഇതൊക്കെ ചെയ്യുന്നത് കൂടുതൽ ദോഷശാന്തിക്ക് ഉത്തമമായിട്ടൊരു പരിഹാരം തന്നെയാണ്. വീട്ടിൽ തന്നെ വിഷ്ണു സഹസ്രനാമം പാരായണം ചെയ്യുന്നതും അതുപോലെ ഹനുമാൻ ചാലീസ് നിരന്തരം പാരായണം ചെയ്യുന്നതും ഒക്കെ ദോഷഫലങ്ങൾ കുറയ്ക്കുന്നതിന് ഉത്തമമായിരിക്കും.